കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നതുൾപ്പെടെ കേരളം മുന്നോട്ട് വെച്ച 2 ആവശ്യങ്ങളും തള്ളി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം. കുരങ്ങിനെ ഷെഡ്യൂൾ 2 മാറ്റണമെന്ന കേരളത്തിന്റെ ആവശ്യവും പരിഗണിക്കാനാകില്ലെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു. വന്യജീവി സംഘർഷത്തിൽ അവകാശങ്ങൾ കേരളം കൃത്യമായി വിനിയോഗിക്കുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി. നിലവിൽ ഷെഡ്യൂൾ 2 ഉൾപ്പെടുത്തിയിട്ടുള്ള കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുക, ഷെഡ്യൂൾ 1 ഉൾപ്പെട്ട കുരങ്ങിനെയും കടുവയെയും ആനയെയും ഷെഡ്യൂൾ 2 മാറ്റുക എന്നിവയായിരുന്നു കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെട്ടത്. എന്നാൽ നിയമത്തിൽ ഭേദഗതി വരുത്താതെ തന്നെ വന്യമൃഗങ്ങളെ കൊല്ലാൻ ലളിതമായ നടപടിക്രമങ്ങൾ മാത്രമാണുള്ളതെന്നും കേരളം ഇത് വിനിയോഗിക്കുന്നില്ലെന്നുമാണ് കേന്ദ്രത്തിന്റെ നിലപാട്. മനുഷ്യജീവൻ അപകടമുണ്ടാക്കുന്ന കാട്ടുപന്നികളെ കൊല്ലാൻ പഞ്ചായത്തുകൾക്ക് അനുമതിയുണ്ട്. അപകടകാരികളായ കടുവയെയും ആനയെയും വെടിവെക്കാൻ ഉത്തരവിടാൻ സംസ്ഥാന വൈൽഡ് ലൈഫ് വാർഡനും അധികാരമുണ്ട്. മറ്റു സംസ്ഥാനങ്ങൾ ഈ അധികാരം കൃത്യമായി വിനിയോഗിക്കുമ്പോൾ കേരളം കേന്ദ്രത്തെ പഴിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി. Gives full powers to the state chief wildlife warden for granting permission for hunting, including for capturing, translocating, killing and wild animal listed in Schedule 1 that have become dangerous to human life. നിയമത്തിൽ ഭേദഗതി വരുത്തിയാൽ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്താണ് സംസ്ഥാനത്തിന് പ്രത്യേക അധികാരം നൽകി ഭേദഗതി ആവശ്യങ്ങൾ കേന്ദ്രം തള്ളുന്നത്. എന്നാൽ വന്യജീവി ആക്രമണം പരിഹരിക്കണമെങ്കിൽ മൃഗവേട്ട നിയമാനുസൃതമാക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാട്. ഈ ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കണമെങ്കിൽ, വന്യജീവി ആക്രമണങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് വേട്ടയെ നിയമാനുസൃതമാക്കണം. അതാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട്. 24 ഡൽഹി.